രുദ്രണം അത് മതി ചൊല്ലട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതിരത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. രാധാമാധവ അടയ്ക്കോട്ടെ. മാധവ ഹരേ കൃഷ്ണ. തുടങ്ങാം മാതാജി. ജയ രാധാ മാധവ കുഞ്ച ബിഹാരി. ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. മാധവ എല്ലാവർക്കും കേൾക്കാമോ? ഇന്ന് എന്താ സ്പെഷ്യൽ? കറക്റ്റ്, ഗൗര പൂർണിമ. ഫുൾ മൂൺ ആണ്, ഗോൾഡൻ മൂൺ ആണ്. വളരെ സ്പെഷ്യൽ ദിവസമാണ്. ആക്ച്വലി നമ്മുടെ ഗൗഡീയ വൈഷ്ണവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫെസ്റ്റിവൽ ഉള്ള ദിവസമാണ് ഇന്ന്. ഗൗര പൂർണിമയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു. ശ്രീ ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എല്ലാരും കുറെ ക്ലാസ് കേട്ടിട്ടുണ്ട്. ചൈതന്യ ചരിതാമൃത ക്ലാസ് വരെ കേട്ടിട്ടുണ്ട്. രാധാറാണിയുടെ ഭാവത്തോടെ അവതാരമെടുത്തു. രാധാറാണിയുടെ ഭാവത്തോടെ Krishna himself. വെരി ഗുഡ്, വെരി ഗുഡ്. Mood of Radharani. In the mood of Radharani. വെരി ഗുഡ്. അപ്പോ ഇന്നത്തെ ക്ലാസ് ഫുൾ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞോളണം. ഞാൻ കുറെ പിക്ചേഴ്സ് കമ്പൈൽ ചെയ്തിട്ടേ ഉള്ളൂ. ഐ ജസ്റ്റ് ലീഡ് യു ത്രൂ ദാറ്റ്. സിമ്പിൾ ആക്കി നമ്മള് ഗൗരംഗ മഹാപ്രഭുവിനെ കുറിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിൽ നമ്മള് അവരുടെ ലൈഫ് ഹിസ്റ്ററി നമ്മളൊന്ന് പഠിച്ച് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ, ഗൗരംഗ മഹാപ്രഭുവിനെ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും ഓസ്പിഷ്യസ്നെസ് ആണ്, മംഗളകരമാണ്. ഇപ്പോ വൈഷ്ണവ ന്യൂ ഇയർ ആണ് ഇന്ന് തുടങ്ങുന്നത്. ഗൗഡീയ വൈഷ്ണവ കാലണ്ടറിൽ ന്യൂ ഇയർ ആണ്. ഹാപ്പി ന്യൂ ഇയർ. ചൈതന്യ മഹാപ്രഭു ഒരു ചിന്ന അവതാരം എന്ന് പറയും. ചിന്ന അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്ന എന്ന് പറഞ്ഞാൽ ഹിഡൻ അവതാര, ഗുപ്ത അവതാര. വെരി ഗുഡ്. ഇനിയൊരു പേരാണ് ഗുപ്ത അവതാര. അപ്പോ പല സ്ക്രിപ്റ്റേഴ്സിലും ചൈതന്യ മഹാപ്രഭുവിന്റെ വരവ് കുറിച്ച് വലിയ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തില്, പിന്നെ വരാഹ പുരാണ, എല്ലാ പുരാണത്തിലും ചൈതന്യ മഹാപ്രഭുവിന്റെ കുറിച്ച് ഡിസ്ക്രിപ്ഷനും ഗോൾഡൻ അവതാറാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ പുരാണത്തിലും അവരുടെ ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അപ്പൊ നമ്മള് 2 വർഷം മുമ്പ് ഓരോ സമ്പ്രദായത്തിനെ കുറിച്ചും പഠിച്ചായിരുന്നു അല്ലേ? ബ്രഹ്മസമ്പ്രദായ, ശ്രീ സമ്പ്രദായ, കുമാര സമ്പ്രദായ, രുദ്ര സമ്പ്രദായ, അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ആചാര്യന്മാര്, മധ്വാചാര്യ, രാമാനുജാചാര്യ, നിംബർക്കാചാര്യ, വിഷ്ണു സ്വാമി, അങ്ങനെ 4 ആചാര്യന്മാരുടെയും ഫിലോസഫി എന്താണെന്നും കൂടി പഠിച്ചു അല്ലേ? അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു സംഗമമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഫിലോസഫി. അപ്പൊ മധ്വാചാര്യയുടെ ദ്വൈതായിരുന്നു, രാമാനുജാചാര്യയുടെ വിശിഷ്ടാദ്വൈത, അതേപോലെ നിംബർക്കാചാര്യയുടെ
ദ്വൈത അദ്വൈത ഫിലോസഫി ആയിരുന്നു. വിഷ്ണു സ്വാമിയുടെ വിശുദ്ധ ദ്വൈത ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു സംഗമമാണ് ചൈതന്യ മഹാപ്രഭു കൊണ്ടുവന്ന ഫിലോസഫി. ഹൗ ചൈതന്യ മഹാപ്രഭു ഈസ് ജോയിനിങ് ഓൾ ദീസ് സമ്പ്രദായാസ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ആചാര്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഫിലോസഫിയുടെ പേരെന്താണ്? അചിന്ത്യ ഭേദ അഭേദ സിദ്ധാന്തം. വെരി ഗുഡ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഫിലോസഫിയുടെ പേര് അചിന്ത്യ ഭേദ അഭേദ തത്വ. പിന്നെ ആകപ്പാട് ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ച ഒരു പുസ്തകത്തിന്റെ പേരാണ് ശിക്ഷാഷ്ടകം. അചിന്ത്യ ഭേദ അഭേദ തത്വമാണ് ഫിലോസഫിയുടെ പേര്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അചിന്ത്യ ഭേദ അഭേദ തത്വം എന്താണെന്ന്? അചിന്ത്യ ഭേദാഭേദ സിദ്ധാന്തം എന്ന് പറഞ്ഞാല് ഭഗവാനും ജീവാത്മാവും ഗുണത്തില് ഒന്നാണ്, എന്ന് പരിമാണത്തില് വ്യത്യസ്തമാണ്. ഓക്കെ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഭഗവാനും അചിന്ത്യ എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലാക്കാൻ പറ്റാത്ത, ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. അചിന്ത്യ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. എന്നാലും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഡിവോട്ടീസിന് കുറച്ച് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഭേദ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്, അഭേദ എന്ന് പറഞ്ഞാൽ നോൺ ഡിഫറെന്റ്. So at the same time, different and non-different from the Supreme Personality of Godhead എന്നാണ് ഈ ഫിലോസഫിയുടെ അർത്ഥം. വെരി ഗുഡ്. ശിക്ഷാഷ്ടകം എന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അതിന്റെ സ്റ്റാർട്ടിങ് ശ്ലോകമെങ്കിലും പറയാൻ പറ്റുമോ? ചേതോദർപ്പണമോർച്ചനം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. അപ്പൊ അചിന്ത്യ ഭേദ അഭേദ തത്വ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രഭുപാദും പിന്നെ നമുക്കും വേണ്ടിയിട്ട് കുറെ അനലോജീസ് ഉണ്ടാക്കാൻ പറ്റും. അനലോജി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? അനലോജി മീൻസ് വേറൊരു കഥ പറഞ്ഞ് ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഉദാഹരണം പോലെ. കറക്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു അനാലജി ഉണ്ട്. ഇതിൽ വന്നിട്ട് ഒരു പട്ടിയെ കാണാം അല്ലേ? പട്ടിയെ കാണാം ഒരു സൈഡില്, പട്ടിയുടെ ഫുട് പ്രിന്റ്സ് വേറൊരു സൈഡിൽ കാണാം. അപ്പൊ ഈ ഫുട് പ്രിന്റ്സ് ഒക്കെ ഈ പട്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഫുട് പ്രിന്റ്സ് ഈ പട്ടിയിൽ നിന്നാണ് വന്നത്. പക്ഷെ ഒരേ സമയം ഈ പട്ടിയുടെ ഫുട് പ്രിന്റ്സ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ ഡോഗ് അല്ലേ? ഫുട് പ്രിന്റ്സ് ആർ ഡിഫറെന്റ് ഫ്രം ദ ഡോഗ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് സോഴ്സ്ഡ് ഫ്രം ദ ഡോഗ്. അത് ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇനിയൊരു എക്സാമ്പിൾ പ്രഭുപാദ് തന്നെ പറഞ്ഞത് അനലോജിയാണ്. അതില് ആദ്യത്തെ സ്പാർക്ക്, ആദ്യത്തെ കാൻഡിൽ വിച്ച് ലൈറ്റ്സ് ദി അതർ കാൻഡിൽസ്, അത് ഭഗവാനാണ്. ആൻഡ് ദ അതർ കാൻഡിൽസ് വിച്ച് ആർ ലിറ്റ് ആർ ദ എനർജീസ് ഓഫ് കൃഷ്ണ ആൻഡ് differentiated part and parcel of the original candle. Part and parcel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ different from the original but also at the same time part of the same fire ആണ്. അങ്ങനെ. ഇനിയൊരു എക്സാമ്പിൾ ആണ്, ഇത് കാണുന്നുണ്ടോ? സമുദ്രം കാണാം. സമുദ്രത്തില് ഉപ്പുവെള്ളമാണ് ഇരിക്കുന്നത്. അപ്പൊ ഉപ്പുവെള്ളത്തിന്റെ ഒരു തുള്ളി ഉപ്പുവെള്ളവും സെയിം ക്വാളിറ്റിയാണ്, സെയിം ക്വാളിറ്റി. ഈ ഉപ്പുവെള്ളം, ഈ തുള്ളി ഉപ്പുവെള്ളവും ഈ മൊത്തം സമുദ്രവും ഒരേ ക്വാളിറ്റിയാണ്, പക്ഷെ ക്വാണ്ടിറ്റി വൈസ് ഡിഫറെന്റ് ആണ്. അങ്ങനെയാണ് ഭഗവാനും ജീവാത്മാവും. ഉപ്പുവെള്ളത്തിന്റെ ഭാഗമാണ് ഈ തുള്ളിവെള്ളം. അതേപോലെ ജീവാത്മാവ് ഭഗവാന്റെ ഒരു ഭാഗമാണ്, സെപ്പറേറ്റഡ് ഭാഗമാണ്, എന്നാലും ക്വാളിറ്റി വൈസ് സെയിം ആസ് ഭഗവാൻ. ഭഗവാന്റെ ക്വാളിറ്റി എന്താണെന്ന് പറയാൻ പറ്റുമോ?
എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ രണ്ടും സെയിം ആയിട്ട് വരുന്നത്? ജീവാത്മാവും ഭഗവാനും. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ടും ഉപ്പുവെള്ളത്തിന്റെ ഒക്കുൽത്ത സാലിനിറ്റി പോലെ രണ്ടും ഉത്കൃഷ്ട എന്താണ് ശക്തിയാണ്. ക്വാളിറ്റി? നമ്മളിലും ഭഗവാനിലുള്ള സെയിം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണത്? രണ്ടും സച്ചിദാനന്ദ രൂപമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ആൻസർ. സച്ചിദാനന്ദ സ്വരൂപമാണ്. രണ്ടുപേരുടെയും ക്വാളിറ്റി സെയിം ആണെന്ന് പറഞ്ഞു. ബിക്കോസ് നമ്മൾ കൃഷ്ണനിൽ നിന്ന് വരുന്ന കാരണം സെയിം ക്വാളിറ്റി ആയിട്ട് വരും. സൈമൾട്ടേനിയസ് വൺനെസ് ആൻഡ് ഡിഫറൻസ് ഓഫ് ദ സുപ്രീം ബീയിങ് ആൻഡ് ഹിസ് എനർജീസ്. അതാണ് അചിന്ത്യ ഭേദ അഭേദ തത്വം. സുപ്രീം ലോർഡ് എന്ന് പറയുന്നത് കൃഷ്ണ ആണ്. ജീവാത്മാ എന്ന് പറയുന്നത് നമ്മളൊക്കെയാണ്. നമ്മൾ തമ്മിൽ സെയിം സച്ചിദാനന്ദ സ്വരൂപമാണ്, ബട്ട് ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് ക്വാണ്ടിറ്റി. നമ്മൾ വളരെ ചെറിയ ഒരു പോർഷൻ ഓഫ് കൃഷ്ണ ആണ്. വളരെ സ്മോൾ മൈന്യൂട്ട് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണ ആണ്. ഇതാണ് അചിന്ത്യ ഭേദാഭേദ തത്വം. ഇനിയൊരു അനലോജിയാണ് സൂര്യനും സൂര്യ വെളിച്ചവും. സൺഷൈൻ ഇസ് സെപ്പറേറ്റഡ് ഫ്രം ദ സൺ, അല്ലേ? ഓൾറെഡി കം ഔട്ട് ഓഫ് ദ സൺ ആണ്, സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. എന്നാലും ദ സോഴ്സ് ഇസ് സൺ. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസം ഇല്ല എന്നും പറയാൻ പറ്റും, വ്യത്യാസം ഉണ്ടെന്നും പറയാൻ പറ്റും. ഇങ്ങനെ ഈ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. ചൈതന്യ മഹാപ്രഭു 1485 ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട. ആൻഡ് ഹി വാസ് ഹിയർ ടിൽ 1533. അച്ഛന്റെ പേര് ജഗന്നാഥ് മിശ്ര, അമ്മയുടെ പേര് സച്ചി ദേവിയാണ്. 2 ഭാര്യമാരുണ്ടായിരുന്നു, ലക്ഷ്മി പ്രിയയും വിഷ്ണു പ്രിയയും. ഇത് ഏതാ സ്ഥലം? മായാപൂർ. മായാപൂർ. എല്ലാരും വിസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ മായാപൂർ? മോസ്റ്റ് ഓഫ് യു അല്ലേ മായാപൂർ ഒക്കെ വിസിറ്റ് ചെയ്തു. അപ്പൊ മായാപൂരിലാണ്. വൈ ഈസ് മായാപൂർ ഫേമസ്? വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇസ്കോൺ ആണ്. അതിനെക്കാട്ടിലും മെയിൻ ഈ അന്തർദ്വീപം എന്ന് പറഞ്ഞ സ്ഥലം ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് കംപ്ലീറ്റ് ചെയ്തു. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര സ്ഥലം. യോഗപീഠ അവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. യോഗപീഠ എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു അപ്പിയർ ചെയ്ത സ്ഥലം എക്സാക്ട്ലി ഈ സ്ഥലമാണ്. അവിടെ പോയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. ഒരു നീം ട്രീയുടെ താഴെയാണ് അവര് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട. ഈ നീം ട്രീ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? നീം ട്രീന്റെ താഴെ ജനിച്ച കാരണമാണ് നിമായി എന്നും കൂടി പേര് വെച്ച. നിമായി, നിമായി. ഇതാണ് അച്ഛൻ അമ്മയുടെ വിഗ്രഹം അവിടുത്തെ അമ്പലത്തില്. ജഗന്നാഥ് മിശ്ര, സച്ചിദേവി കയ്യില് കണ്ട ഗൗരംഗ മഹാപ്രഭു കുഞ്ഞുവാവയായിട്ട്. ചൈതന്യ മഹാപ്രഭു കൊച്ചിലെ തന്നെ ഭയങ്കര നോട്ടിയായിരുന്നു. കൃഷ്ണനെ പോലെ തന്നെ നല്ല കുറുമ്പ് കാണിക്കുമായിരുന്നു. ഒരു സ്പെഷ്യൽ പാസ് ടൈമാണ് ചൈതന്യ മഹാപ്രഭു കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ വിടാതെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ആൾക്കാരൊക്കെ കുറെ കളിപ്പാട്ടം കയ്യിൽ കൊടുക്കും, കുലുക്കി കുലുക്കി ഉറക്കാൻ ശ്രമിക്കും, കുറച്ച് പാല് കൊടുക്കാൻ നോക്കും. എന്തൊക്കെ ചെയ്താലും കരച്ചിൽ നിർത്തൂല. ഒരേ ഒരു കാര്യത്തിന് മാത്രം കരച്ചിൽ നിർത്തും. എല്ലാരും അവിടെ കൂടെ ഇരിക്കുന്ന എല്ലാരും ഒരുമിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഹരിബോൽ ഹരിബോൽ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തിട്ട് ചിരിച്ചുകൊണ്ട് നോർമലാക്കും. അതുവരെ കരയും. ഇതൊരു ചൈൽഡ്ഹുഡ് പാസ് ടൈമാണ്.
അതേപോലെ ഈ സ്ലൈഡ് നീങ്ങുന്നില്ല. ഇത് ഇനിയൊരു ചൈൽഡ്ഹുഡ് പാസ്റ്റമാണ്. ഭഗവാൻ തന്നെ ആയതുകൊണ്ട് അനന്തശേഷൻ വിസിറ്റ് ചെയ്യാൻ വന്നു ഒരു പ്രാവശ്യം, ഒരു കുഞ്ഞു പാമ്പായിട്ട്. അപ്പോ ചൈതന്യ മഹാപ്രഭു ആ പാമ്പിന്റെ കൂടെ കുറെ നേരം കളിച്ചു. എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്, പേടിച്ച് കൊച്ചിന് വല്ലതും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ പാമ്പ് കുറച്ചു നേരം ഭഗവാന്റെ അടുത്ത് കളിച്ചിട്ട് പിന്നെ ഭഗവാന്റെ തലയുടെ മുകളില് ഇങ്ങനെ ആദിശേഷനാണെന്ന് കാണിച്ച് ഇങ്ങനെ പടം വിടർത്തിയിട്ട് അത് പോയി കളഞ്ഞു. ഇനിയൊരു പാസ് ടൈമാണ്. ഇത് ഏത് പാസ് ടൈമാണ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഗൗരംഗ മഹാപ്രഭുവിന്റെ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ആഭരണങ്ങൾ ഓർണമെന്റ്സ് കണ്ടിട്ട്. ഇട്ട് കൊടുത്തായിരുന്നു സച്ചി മാത. അപ്പൊ അത് മോഷ്ടിക്കാൻ വേണ്ടി 2 കള്ളന്മാര് ഗൗരംഗ മഹാപ്രഭുവിനെ പിടിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് എന്തായി? പറഞ്ഞോളൂ മാതാജി. കൊണ്ടുപോകാൻ പറ്റിയില്ല, തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവരേണ്ടി വന്നു. കാരണം പല പ്രാവശ്യം ഭഗവാന്റെ ഇല്യൂഷറി എനർജി കാരണം ഈ കള്ളന്മാർക്ക് വഴി തെറ്റിപ്പോയി. അവര് അവരുടെ വീട്ടിലെത്തിന്ന് വിചാരിച്ച് ഗൗരംഗ മഹാപ്രഭുവിന് താഴെ ഇറക്കിയപ്പോ അവര് തിരിച്ച് ഗൗരംഗ മഹാപ്രഭുവിന്റെ വീട്ടിൽ തന്നെയാണ് എത്തിയത്. അപ്പോ അത് ഇനിയൊരു പാസ് ടൈമാണ്. ഇതാരാണെന്ന് പറയാൻ പറ്റുമോ? ഇതില് ചൈതന്യ മഹാപ്രഭു ഉണ്ട്. ഇപ്പുറത്തിരിക്കുന്നത് ആരാണ്? ഇത് 16 വയസ്സായ നിമായ് പണ്ഡിറ്റാണ്. 16 വയസ്സായ നിമായ് പണ്ഡിറ്റിന്റെ അടുത്ത് തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിൽ നിന്ന് ഒരു പണ്ഡിതൻ വന്നായിരുന്നു. അവരുടെ പേര് പറയാൻ പറ്റുമോ? കേശവ കാശ്മീരി. വെരി ഗുഡ്. കേശവ കാശ്മീരിയും ചൈതന്യ മഹാപ്രഭുവും ഗംഗേനെ കുറിച്ചുള്ള ഒരു എക്സ്റ്റംപോർ പോയം ഒക്കെ എഴുതിയായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് ഇതിൽ കാണുന്നത്. അങ്ങനെ കേശവ കാശ്മീരി ഫുൾ ഇന്ത്യയിൽ ചെന്നിട്ടും ആർക്കും തോപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ 16 ഇയർ ഓൾഡ് നിമായ് പണ്ഡിറ്റിന് കേശവ കാശ്മീരിന് തോപ്പിച്ചു. കേശവ കാശ്മീരി കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2 വർഷമായി മറന്നുപോയി കാണും അല്ലേ? എനിബഡി മേക്ക് എ ഗെസ്? ഓക്കെ, നിംബർക്കാചാര്യാണ്. കഴിഞ്ഞ ജന്മത്തില് അവര് നിംബർക്കാചാര്യായിട്ട് നിംബർക്കാചാര്യ വന്നിട്ട് കുമാരസമ്പ്രദായയുടെ ആചാര്യനായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഗൗരംഗ മഹാപ്രഭു ബ്ലെസ് ചെയ്യും. ഇങ്ങനെ യു ക്യാൻ കം ഇൻ മൈ എന്റെ ലീലയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു വിൽ കം ബാക്ക് ആസ് കേശവ കാശ്മീരി എന്നൊക്കെ പറഞ്ഞോളൂ ബർക്കാചാര്യര്. ഓക്കെ, സ്റ്റക്കാണല്ലോ. ഓക്കെ, ചൈതന്യ മഹാപ്രഭു കുറച്ചും കൂടി വലുതായപ്പോ 2 പ്രാവശ്യം കല്യാണം കഴിച്ചു. ഒരെണ്ണം ആദ്യത്തെ കല്യാണമാണ് ലക്ഷ്മി പ്രിയ എന്നും പറഞ്ഞ്, രണ്ടാമത്തെ കല്യാണം വിഷ്ണുപ്രിയ. അത് 2 കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ കല്യാണം കഴിക്കുന്നത് പോലും അമ്മയുടെ നിർബന്ധം കാരണമാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ തന്നെ ഒരു റിനൗൺസ്ഡ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. നമ്മൾ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡ് ഐശ്വര്യം ഉള്ള ഒരു വ്യക്തിക്ക് ഭഗവാൻ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ഷഡ് ഐശ്വര്യം, സമ്പത്ത്, സൗന്ദര്യം, കീർത്തി, യശസ്, ജ്ഞാനം, വൈരാഗ്യം. അപ്പൊ ലാസ്റ്റ് വൈരാഗ്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിലേ
ആ പേഴ്സണിന് ഭഗവാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വൈരാഗ്യമാണ് ഭഗവാന് ഉള്ളത്. അതുകൊണ്ട് സന്യാസം എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഈ ഭാഗത്താണ്. മായാപൂർ എന്ന് പറയുന്നത് ഇവിടെ എവിടെയോ ഉണ്ടാവും, വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഭാഗത്താണ് മായാപൂർ ഉള്ളത്. അവിടെ ജനിച്ചു വളർന്നിട്ട് പിന്നെ വരുന്നത് ഇങ്ങനെ താഴോട്ട്. ഹി ഈസ് ട്രാവലിംഗ് വൺസ്, ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്ത് അങ്ങനെ അങ്ങേയറ്റം അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് വൃന്ദാവൻ വരെ പോയി. അതുവഴി പോകുന്ന വഴി ജാർഖണ്ഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ജാർഖണ്ഡ് ഈ ഭാഗത്ത് വരും. ആ സ്ഥലത്ത് കുറച്ച് ലീല ചെയ്തു. പിന്നെ ഇങ്ങനെ കുറച്ച് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പോയി, ഗയ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി, കുറച്ചും കൂടി നോർത്ത് ഈസ്റ്റ്. പിന്നെ സൗത്തിലോട്ട് വന്നു, ജഗന്നാഥ് പുരി, പിന്നെ താഴോട്ട് ചിദംബരം, മധുരൈ, രാമേശ്വരം, പിന്നെ നമ്മുടെ തിരുവനന്തപുരം. അങ്ങനെ ഈ സൗത്ത് ഇന്ത്യ ടൂർ എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു അവരുടെ ശിഷ്യഗണങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യ ചൈതന്യ മഹാപ്രഭു പല അമ്പലങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വൃന്ദാവൻ, മഥുര, ജഗന്നാഥ് പുരി, ജാർഖണ്ഡ്, പ്രയാഗ്. ഈ ഇടയ്ക്ക് പ്രയാഗ് ഓർമ്മയുണ്ടോ? ന്യൂസിലുണ്ടായിരുന്നു. കുംഭമേള. കുംഭമേള. കുംഭമേള, വെരി ഗുഡ്. അപ്പൊ ആ പ്രയാഗില് ചൈതന്യ മഹാപ്രഭു വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വാരണസി, ഗയ. ഗയാൽ എന്താ പ്രത്യേകത? ചൈതന്യ മഹാപ്രഭു അവിടെ ചെന്നപ്പോഴാണ് അവരുടെ ഗുരുവിനെ കാണുന്നത്. ഗുരുവിന്റെ പേരെന്താണ്? ഈശ്വരപുരി. വെരി ഗുഡ്. ഗുരു ചൈതന്യ മഹാപ്രഭുവിന്റെ സ്വന്തം ഗുരുവിന്റെ പേര് ഭഗവാൻ ആണെങ്കിൽ പോലും ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു ഒരു ഗുരുവിനെ സ്വീകരിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്ര ദീക്ഷ ഗുരു ഈശ്വരപുരിയിൽ നിന്ന് അവര് ദീക്ഷ മേടിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു ചൈതന്യ മഹാപ്രഭുവിലും. ഗുരുവിൽ നിന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം കേട്ടതോടെ ചൈതന്യ മഹാപ്രഭു ഈ ഹരേ കൃഷ്ണ നാമം ജപിച്ചുകൊണ്ടേ നടക്കുമായിരുന്നു. അതില് എക്സ്റ്ററ്റിക് സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. ഭയങ്കര ഓബ്വിയസ് ആയിട്ട് എല്ലാരും കാണുന്ന രീതിയിൽ ഡാൻസ് ചെയ്യുമായിരുന്നു, കരയുമായിരുന്നു. ഇറ്റ് ഈസ് ഓൾ ശരിക്കും പറഞ്ഞാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു വേൾഡ്ലി വൈബ്രേഷൻ അല്ല, ഒരു സാധാരണ സൗണ്ട് അല്ല. അത് ഇറ്റ്സ് എ വെരി സബ്ലൈം സൗണ്ട്. എവിടെ നിന്നാണ് ആ സൗണ്ട് വരുന്നതെന്ന് അറിയാമോ? ഗോലോക വൃന്ദാവനം. യെസ്, വെരി ഗുഡ്. ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ഒരു സൗണ്ട് വൈബ്രേഷൻ ആണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ അത് ചാന്റ് ചെയ്ത് അത് കേട്ടോണ്ടിരിക്കുമ്പോ ഒക്കെ ചൈതന്യ മഹാപ്രഭു വളരെ ബാഹ്യമായിട്ട് തന്നെ കുറെ എക്സ്റ്ററ്റിക് സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. ഈ പടം എന്താണ്? കാണുന്നുണ്ടോ? കാണാം മാതാജി. ഇത് എന്താണ്? ഇത് പറയാൻ പറ്റൂ? അതായത് ഭഗവാൻ 6 കൈയോടുകൂടി ഷഡ്ഭുജ ഫോം ഓഫ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ 2 കൈയില് രാമന്റെ അവതാരം കാണിച്ചു കൊടുക്കുന്നു, ഇനിയൊരു 2 കൈയില് കൃഷ്ണന്റെ അവതാരം കാണിക്കുന്നു, ഇനിയൊരു 2 കൈയില് ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നു. ഈ ഫോം ആർക്കാണ് കാണിച്ചു കൊടുത്തത്? ഞാൻ തന്നെയാണ് രാമൻ, ഞാൻ തന്നെയാണ് കൃഷ്ണൻ എന്നാണ് കാണിക്കുന്നത് ചൈതന്യ മഹാപ്രഭു. ആർക്കാണ് ഇത് കാണിച്ചു കൊടുത്തത്? അദ്വൈതാചാര്യക്ക്. കേട്ടില്ല പ്രഭു? അദ്വൈതാചാര്യക്ക്. അദ്വൈതാചാര്യനോ? വേറെ ഗസ് ഉണ്ടോ? ഓക്കെ, പ്രതാപ് രുദ്ര എന്ന് പറഞ്ഞ ഒരു രാജാവിന് കാണിച്ചു കൊടുത്തതാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന സർവഭൗമ ഭട്ടാചാര്യ, പിന്നെ നിത്യാനന്ദ പ്രഭു ഒക്കെ കണ്ട രൂപമാണിത്. ഇതിന്റെ ഒരു വിഗ്രഹവും കാണാൻ പറ്റും അല്ലെ? മായാപൂരിൽ നമ്മൾ പരിക്രമയ്ക്ക് പോകുമ്പോൾ ഒരു ഗൗഡിയ വൈഷ്ണവ ടെമ്പിളിന്റെ അകത്ത് ഇങ്ങനത്തെ ഒരു വിഗ്രഹവും കാണാൻ പറ്റും. ഇതാരായിരിക്കും? ചൈതന്യ മഹാപ്രഭുവിനെ നമസ്കരിക്കുന്നത് ആരായിരിക്കും? നിത്യാനന്ദ.
ഓക്കെ, വേറെ ഗസ്? ഇവരുടെ ഡ്രസ്സ് കണ്ടിട്ട് കണ്ട വെറും ഒരു കോമണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഏതോ ഒരു ഗോസ്വാമിയാണ്. സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി. വെരി ഗുഡ്. സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി ഇങ്ങനെ വായിൽ ഒരു പുല്ല് വെച്ചുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു, മീൻസ് അവർ രണ്ടുപേരും വലിയ മിനിസ്റ്റേഴ്സ് ആയിരുന്നു. ഗവൺമെന്റിൽ വലിയ വലിയ മിനിസ്റ്റേഴ്സിന്റെ പൊസിഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സും വായിൽ പുല്ലും വെച്ചോണ്ട് കുശോദ, ഞാൻ പുല്ലിനെക്കാട്ടിലും താഴ്ന്ന ഒരു മനുഷ്യനാണ്, എന്നെ ഒന്ന് സ്വീകരിക്കണേ ചൈതന്യ ഗൗരംഗ മഹാപ്രഭു എന്നും പറഞ്ഞ് കാലിൽ വീഴുന്നതാണ് സനാതന ഗോസ്വാമിയും രൂപ ഗോസ്വാമിയും. ഇതാരാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ആരാണ്? ഓക്കെ, ദിസ് ഇസ് ഒരു രാജാവാണ്, പ്രതാപരുദ്ര മഹാരാജ് എന്നും പറഞ്ഞ് വലിയൊരു രാജാവാണ്. അപ്പൊ അവര് കിരീടവും വലിയ അലങ്കാരവും രാജാവിന്റെ അലങ്കാരവും ഒക്കെ ആയിട്ട് കുറെ പ്രാവശ്യം ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വന്നു. പക്ഷെ അവർക്ക് കാണാൻ പറ്റിയില്ല. ചൈതന്യ മഹാപ്രഭു ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വേൾഡ്ലി പീപ്പിൾ. എനിക്ക് അവര് യാതൊരു താല്പര്യവും ഇല്ല, ഇങ്ങനെ ഭൗതികമായിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാരെ എനിക്ക് കാണേ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചൈതന്യ പുരിയിലെ മഹാപ്രഭു പുരിയിലെ അടുത്തേക്ക് ലീല. എത്താൻ വേണ്ടിയിട്ട് അവര് രാജാവിന്റെ വേഷമൊക്കെ മാറ്റിയിട്ട് സാധാരണ ഒരു മനുഷ്യന്റെ വേഷം വന്നിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽപാദം വന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പൊ ചൈതന്യ ജഗന്നാഥ്പുരിയിലെ ലീലയാണ് മാതാജി. രാജാവാണെങ്കിലും ഇത്രയും ഹ്യൂമിലിറ്റി കാണിച്ചത് കാരണം ചൈതന്യ മഹാപ്രഭു അവരെയും അക്സെപ്റ്റ് ചെയ്തു. പ്രതാപ് രുദ്ര മഹാരാജ. Okay, this picture. ഹരേ കൃഷ്ണ. ഭഗവാൻ ഒരു ദിവസം കാട്ടിൽ കൂടെ വരുമ്പോൾ ഹരേ കൃഷ്ണ മന്ത്രം കേട്ട് മൃഗങ്ങളൊക്കെ ഡാൻസ് ചെയ്യുന്നതൊക്കെ. യെസ്, ഇത് ജാർഖണ്ഡ് സംഭവിച്ച വനത്തിൽ സ്ഥലം ജാർഖണ്ഡ് വനത്തിൽ കൂടി കടന്നു ജാർഖണ്ഡ് പോയപ്പോഴത്തേക്ക് എല്ലാരും കേട്ടല്ലോ. ജാർഖണ്ഡ് വനത്തിൽ കൂടി നടന്നുകൊണ്ടിരുന്നപ്പോ ആക്ച്വലി ഇവരുടെ കൂടെ ഒരു ഡിസൈപ്പിളും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയമായപ്പോഴത്തേക്കും ആ ഡിസൈപ്പിളിനും കാണാതെ കാടായതുകൊണ്ട് ഒറ്റയ്ക്ക് ഗൗരംഗ മഹാപ്രഭു ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ചാൻറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ആ കാട്ടിലുള്ള ആനകളും മൃഗങ്ങളും എല്ലാം വന്ന് അവര് തമ്മിലുള്ള ശത്രുത പോലും മറന്നിട്ട് ഒരേ സീനിൽ കാണാം അല്ലേ, ഡിയറും കാണാം, പുലി, കാർണിവോറസും ഹെർബിവോറസും എല്ലാ ടൈപ്പ് അനിമൽസും കാണാം. അവര് തമ്മിലുള്ള ശത്രുത പോലും മറന്നിട്ട് അവര് ഹരിനാമ സങ്കീർത്തനിൽ അവരെല്ലാരും ജോയിൻ ചെയ്ത് പാട്ട് പാടി ഡാൻസ് കളിക്കുക അവരുടെ ശബ്ദത്തിൽ. ഓക്കെ, ഹരേ കൃഷ്ണ. ഇത് രാധയും കൃഷ്ണനും മേജ് ആയ ഒരു രൂപമാണ് ചൈതന്യ മഹാപ്രഭു എന്ന് കാണിക്കുന്ന പിക്ചറാണ്. ആ മേർജിങ് കണ്ടത് ആരായിരുന്നു? കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ പേരറിയാമോ? ഒരു ആചാര്യന് രാധയും കൃഷ്ണനും കാണാൻ പറ്റിയ ഒരു സീൻ കണ്ടു. അപ്പൊ അതില് രാധയും കൃഷ്ണനും മേജ് ആയിട്ട് ഗൗരംഗ മഹാപ്രഭുവായിട്ട് ദർശനം കൊടുത്തു. അത് ഏത് ആചാര്യനാണ്? രഘുനാഥ് ദാസ് ഗോസ്വാമി. ഏഹ് രഘുനാഥ് ദാസ് ഗോസ്വാമി, നിംബർക്കാചാര്യ ആണെന്ന് എനിക്ക് ഓർമ്മ. മേ ബി ഹി ഗേവ് സെയിം ദർശൻ വേറെ ആൾക്കാർക്കും കൊടുത്തതാണ്. ഓക്കെ, ഈ സ്റ്റോറി ഏതാണ്? വെരി ഗുഡ് മാതാജി. നിത്യാനന്ദ പ്രഭു ജഗായ മതായിനെയും ചൈതന്യ മഹാപ്രഭുവിന്റെ സുദർശന ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, അവര് നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും നല്ല ഡാൻസ് കീർത്തനില്. ജഗന്നാഥ്പുരിയിൽ എത്തിയപ്പോ രഥയാത്രയിലും പങ്കെടുത്ത് അവിടെയുള്ള ഡാൻസും സീനാണ്.
ജഗന്നാഥ് രഥത്തിന്റെ മുമ്പിലും കളിക്കുന്ന. ദിസ് വൺ, ഇതെന്താണ് അവർ ചെയ്യുന്നത്? എവിടെയാണ്? എന്താണ്? ജഗന്നാഥ് പുരി ആണോ മാതാജി? യെസ് അവിടുത്തെ യെസ്. ആ ഛപ്പൻ കറക്റ്റ് മാതാജി, ഭോഗിന്റെ പറഞ്ഞോളൂ. ഛപ്പൻ ഭോഗിന്റെ ഏതാണെന്ന് തോന്നുന്നത്. ഗസ് ചെയ്തതാണ്. ചപ്പൻ ഭോഗ് അല്ല. ഇത് ആക്ച്വലി വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തിന്റെ പേര് Undija. ജഗന്നാഥ് പുരി. യാ, പക്ഷെ ഈ അമ്പലത്തിന്റെ പേര് വേറൊരു പേരുണ്ട്. ഇത് ഹരിദാസ് ജഗന്നാഥ് കുട്ടീർ, ടെമ്പിൾ അല്ല. ജഗന്നാഥ് ഹരിദാസ് വന്നിട്ട് കുട്ടീർ, രഥയാത്രയില് ഒരു ഹരി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ 2 ദിവസം വിശ്രമിച്ചിട്ട് തിരിച്ച് പിന്നെ ജഗന്നാഥ് ടെമ്പിളിൽ വിട്ട് പോകും. ആ വിശ്രമിക്കുന്ന സ്ഥലമാണ് ചൈതന്യ മഹാപ്രഭു ക്ലീൻ ചെയ്ത് എടുക്കണേ. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഗുണ്ടിച്ച പറയൂ. ഗുണ്ടിച്ച ക്ഷേത്രം. ഗുണ്ടിച്ച, വെരി ഗുഡ്. ഗുണ്ടിച്ച മാർജനാണ് അതിന്റെ വേറൊരു സീനാണ് ഗുണ്ടിച്ച മാർജന. ഇത് പറയാൻ പറ്റുമോ ഈ സ്റ്റോറി? ചൈതന്യ മഹാപ്രഭുവിന്റെ തോളിൽ തന്നെ ഒരു ഓൾഡ് ലേഡി കയറി ജഗന്നാഥിനെ കാണാൻ വേണ്ടിയിട്ട് ഹൈറ്റ് പോരാന്നും പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിന്റെ തോളെ കയറി ജഗന്നാഥിനെ കണ്ടു. പിന്നെ ഈ പില്ലർ ഇപ്പോഴും ഉണ്ട് അവിടെ. ജഗന്നാഥ് ടെമ്പിളിൽ പോയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. ഇതേ പില്ലർ അവിടെ ജഗന്നാഥിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗരുഡ സ്തംഭം പോലെ ഒരു പില്ലർ ഉണ്ട്. അതിന് സ്പർശിച്ചത് കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ ഫിംഗർ പ്രിന്റ്സ് ഇപ്പോഴും ഉണ്ട് അവിടെ. ഒരു 5 കുഴികൾ പോലെ, ഒരു പോക്കറ്റ് പോലത്തെ ഒരു കുഴി പോലെ ഉണ്ടാവും. കുറച്ച് വ്യത്യാസമുണ്ട്. അവർ കുറെ പ്രാവശ്യം അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്തിട്ട് ആ കുഴി കുറച്ച് കുറവാണ്. എന്നാലും ആ പില്ലർ കാണുമ്പോൾ മനസ്സിലാവും ചൈതന്യ മഹാപ്രഭു സ്പർശിച്ച പില്ലറാണ്. ആ പില്ലർ സ്റ്റോൺ വെച്ചാണ് ഗ്രാനൈറ്റ്. ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ മഹാമന്ത്രമൊക്കെ ജപിച്ച് അത് കാരണം ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് കാരണം സ്റ്റോൺ മെൽറ്റ് ആയി ഒരു സംഭവം കാരണമാണ് അവിടെ കൈയിന്റെ പാട് കാണുന്നത്. അവിടെ ഇതെന്താണ് ലീല? ഇതും ജഗന്നാഥ് പുരിയിൽ തന്നെയാണ് സംഭവിച്ചത്. അവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ടല്ലോ, സമുദ്രം. അപ്പൊ അവിടെ അത് യമുന നദിയാണെന്ന് വിചാരിച്ച് ചൈതന്യ മഹാപ്രഭു അതിൻ്റെ അകത്ത് ചാടി. എന്നിട്ട് കുറെ ഫിഷർമെൻ, മീൻ പിടിക്കുന്ന ആൾക്കാരാണ് പിടിച്ച് ചൈതന്യ മഹാപ്രഭുവിന് തിരിച്ച് കരയിലോട്ട് കൊണ്ടുവന്നത്. ആ ലീലയുടെ പിക്ചറാണ്. ഇത് സൗത്ത് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളുടെ പേരുകളാണ് ഇതൊക്കെ. ശ്രീരംഗം, ചിദംബരം, രാമേശ്വരം, അതല്ലാതെ തിരുവനന്തപുരം. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചൈതന്യ മഹാപ്രഭു ഇരുന്ന സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടോ തിരുവനന്തപുരത്ത്? തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ടെമ്പിളില് സ്വാമി ക്ഷേത്രം അവിടെ ഉണ്ട്. അനന്തപത്മനാഭസ്വാമി ടെമ്പിളിന്റെ ഫ്രണ്ടില് ഒരു പത്മതീർത്ഥം എന്നും പറഞ്ഞ് ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ആൽമരം കണ്ടിട്ടുണ്ടോ? അഭേദാനന്ദ ആശ്രമം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആൽമരത്തിന്റെ ചവിട്ടില് ഇപ്പൊ കാണുന്ന കുറെ നാഗത്തിന്റെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നാഗം കാവലിരിക്കുകയാണ് നാഗങ്ങളൊക്കെ. അപ്പൊ ആ കാവലിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അവിടെ ചൈതന്യ മഹാപ്രഭു ഇരുന്നായിരുന്നു. അപ്പൊ ഭഗവാൻ ഇരുന്ന സ്ഥലമായതുകൊണ്ട് അത് ഇറ്റ്സ് കോൾഡ് ബൈഠക്. അപ്പൊ വേറെ സാധാരണ മനുഷ്യർ അവിടെ വന്ന് ഇരിക്കാതെ ഇരിക്കാനും അവിടെ ഒരു പ്രൊട്ടക്ഷനും ക്ലെൻലിനെസ് ഒക്കെ വേണ്ടിയിട്ട് ആ നാഗങ്ങളൊക്കെ ആ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും കാണാം അവിടെ വന്നു കഴിഞ്ഞാൽ. അതേപോലെ വർക്കല ജനാർദ്ദൻ സ്വാമി അമ്പലത്തിലും
ചൈതന്യ മഹാപ്രഭു വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരുവട്ടാർ ആദികേശവ അമ്പലം, അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? ബ്രഹ്മസംഹിത എടുത്തത് അവിടുന്ന്. ബ്രഹ്മസംഹിത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബ്രഹ്മാവ് തന്നെ എഴുതിയ ഒരു പുസ്തകമാണ്. വൈഷ്ണവർക്ക് അതൊരു വലിയ ഇമ്പോർട്ടന്റ് ലിറ്ററേച്ചർ ആണ്. അപ്പൊ ആ ബ്രഹ്മസംഹിത ചൈതന്യ മഹാപ്രഭു അവിടെ തിരുവട്ടാറിൽ വെച്ചാണ് കണ്ടുപിടിച്ച് അത് പിന്നെയും അത് കുറെ കോപ്പീസ് ഉണ്ടാക്കി എല്ലാ വൈഷ്ണവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് കുറച്ചെങ്കിലും ആ ബുക്കിന്റെ ഭാഗം നമുക്കും കിട്ടിയിരിക്കും. ബ്രഹ്മസംഹിത വായിക്കാമല്ലോ, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാധി ഗോവിന്ദ സർവ കാരണം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്. അതില് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ദേവി ദേവതമാരുടെയും പൊസിഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ സുപ്രീം ലോർഡ്, പിന്നെ ഭഗവാന് എത്ര ലക്ഷ്മിമാരുണ്ട്, ഹൗ ഈസ് സെർവ്ഡ് ബൈ ദുർഗാദേവി, ഹൗ ശിവ സെർവ്സ് കൃഷ്ണ, ആൻഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഹൗ കൃഷ്ണാസ് പാലസ് ലുക്സ്, ചിന്താമണികളൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു വീടാണ്. ടച്ച് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആ കല്ലിന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമൊക്കെ നമുക്ക് കിട്ടും. അങ്ങനത്തെ ചിന്താമണികളൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു വീടാണ് കൃഷ്ണന്റെ. അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ആണ്. അത് വായിച്ചാൽ തന്നെ നമുക്ക് ഭഗവാൻ പറഞ്ഞൊരു നല്ല ഒരു ഐഡിയ കിട്ടും. ബ്രഹ്മസംഹിത. അപ്പൊ അത് കണ്ടുപിടിച്ചത് ആദികേശവ ടെമ്പിൾ തിരുവട്ടാറിലാണ്. അപ്പൊ നമ്മൾ ഇസ്കോണും ഈ തിരുവനന്തപുരം വർക്കല പത്മനാഭസ്വാമി അമ്പലത്തില് പാദപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. ആദികേശവ ടെമ്പിളില് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു നരസിംഹ ടെമ്പിൾ ഉണ്ട്. ആദികേശവ ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നരസിംഹ ആശ്രമം ഉണ്ട്. അവിടെ 1 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടെയും പാദപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു സ്ഥലമാണ് വർക്കല ജനാർദ്ദൻ സ്വാമി ടെമ്പിൾ. അവിടെയും പാദപ്രതിഷ്ഠ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അതിന്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുക. ഇവിടെയൊക്കെ ചൈതന്യ മഹാപ്രഭു വിസിറ്റ് ചെയ്ത കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപ്രതിഷ്ഠ അവിടെയൊക്കെ ഇപ്പൊ നമുക്ക് കുറെയൊക്കെ ഓർമ്മയുണ്ട് അല്ലേ ഭഗവാന്റെ കഥകളൊക്കെ. ഈ മുൻ തലമുറകളൊക്കെ ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാദപ്രതിഷ്ഠ ഒക്കെ ഓരോ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് അപ്പോ എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ ഗ്ലോറീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഐ തിങ്ക് വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ദ ദിസ് തിങ്. കുറെ സമയം കൂടി ഉണ്ടല്ലേ? ഈ ഹാഫ് ആൻ അവറും കൂടി ഉണ്ടോ? ഉണ്ട്, പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഹാഫ് ആൻ അവർ ഉണ്ട്. ഏതെങ്കിലും വിട്ടുപോയ കഥകളൊക്കെ ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിൽ ചെന്നപ്പോ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? വൃന്ദാവനിൽ വെച്ച് ചൈതന്യ മഹാപ്രഭു എന്താണ് ചെയ്തത്? എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചോ? ഈ രാധാകുണ്ട് അതൊക്കെ വെരി ഗുഡ്. രാധാകുണ്ട്, ശ്യാം കുണ്ടൊക്കെ അതിന്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ പല ഇമ്പോർട്ടന്റ് പ്ലേസസ് വൃന്ദാവനിൽ നടന്ന് കൃഷ്ണലീലയിൽ നടന്ന കാര്യങ്ങളൊക്കെ ചൈതന്യ മഹാപ്രഭുവിന് ഓർമ്മയുണ്ടാവും അല്ലെ, കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചു കൊടുത്തു. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഗോസ്വാമീസിനൊക്കെ അതിന്റെ ചുമതല കൊടുത്തു. വൃന്ദാവനിൽ വെച്ച് അതൊക്കെയാണ് ചെയ്തത്. വേറെ ഏതെങ്കിലും പാസ് ടൈംസ് ആഡ് ചെയ്യാനുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വിട്ടുപോയ എന്തെങ്കിലും? രുദ്രപ്രതാപ് മഹാരാജാവിന് എങ്ങനെയാണ് ഭഗവാൻ ദർശനം കൊടുത്തത്? പ്രതാപ് രുദ്ര മഹാരാജാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ, അവർക്കാണ് ഈ ഷഡ്ഭുജ ഫോം ഒക്കെ കാണിച്ചതെന്നാണ് എന്റെ ഓർമ്മ. അതൊന്ന് വിശദീകരിച്ച് പറയാം. കാരണം ആദ്യം വന്നപ്പോൾ കൊടുത്തില്ല, പിന്നെ അത് കഴിഞ്ഞ് സർവഭൗമ ഭട്ടാചാര്യ പറഞ്ഞു ഇതുപോലെ എല്ലാം അഴിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ചൂലെടുത്തിട്ട് ജഗന്നാഥ് രഥയാത്രയിൽ തൂക്കാനായിട്ട് വന്നു. അതൊന്ന് വിശദീകരിച്ച് പറയാമോ, സമയമുണ്ടെങ്കിൽ? പ്രതാപ് രുദ്ര മഹാരാജാവല്ലേ? അപ്പൊ ഹി വാസ് കമ്മിങ് വിത്ത് അവരുടെ ആർമി,
അവരുടെ സോൾജേഴ്സ് പടയൊക്കെ ആയിട്ട് രാജാവാണെന്ന് കാണിക്കാനുള്ള ഫുൾ പാരഫെർനേലിയ ആയിട്ടാണ് വരുന്നത് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ. ആദ്യം അങ്ങനെ വന്നപ്പോ ചൈതന്യ മഹാപ്രഭു എനിക്ക് കാണണ്ട, ഒരു വേൾഡ്ലി മെറ്റീരിയലിസ്റ്റിക് ആളെ എനിക്ക് തീരെ കാണാൻ ഇഷ്ടമല്ല എന്നൊക്കെയാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പൊ പല പ്രാവശ്യം അങ്ങനെ വന്നു പോയിട്ടും ചൈതന്യ മഹാപ്രഭു അവർക്ക് ദർശനം കൊടുത്തില്ല, അടുക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പൊ ഫൈനലി പ്രതാപ് രുദ്ര മഹാരാജിന് മനസ്സിലായി ഇങ്ങനെ വേൾഡ്ലി കോൺഷ്യസ്നെസ് വെച്ച് ഭഗവാന്റെ അടുത്ത് ചെല്ലാൻ പറ്റൂല. അപ്പൊ നമ്മൾക്ക് വളരെ ഹമ്പിളായിട്ട് നമുക്ക് നമ്മളൊരു ആത്മാവാണ് എന്നൊരു ബോധത്തില് വളരെ സിമ്പിൾ ആയിട്ട് അവര് ഭഗവാനെ അപ്രോച്ച് ചെയ്തപ്പോ അവർക്ക് ദർശനവും കൊടുത്തു. അങ്ങനെയാണ് പ്രതാപ് രുദ്ര മഹാരാജ് ഭഗവാന്റെ സേവനത്തിലും ഏർപ്പെടാൻ പറ്റി. അവരുടെ കാലൊക്കെ പ്രസ് ചെയ്ത് ഒരു പിക്ചർ കണ്ടല്ലേ, ഇത് പിക്ചർ പ്രതാപ് രുദ്ര മഹാരാജിന്റെ സേവനവും അക്സെപ്റ്റ് ചെയ്തു. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. മേ ബി ചൈതന്യ ചരിതാമൃത ഇതൊക്കെ ഓരോന്നും എലാബറേറ്റ് ആയിട്ടിരിക്കും. ഞാൻ പണ്ട് വായിച്ചതാണ് ചൈതന്യ ചരിതാമൃത. ഒരു 9 വോള്യൂംസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ ലീലയും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. രേഷ്മാതാജി, പാനിഹട്ടിയുടെ കഥ കൂടെ ചെറുതായിട്ടൊന്ന് പറയാമോ? പാണിഹട്ടി പാണിഹട്ടി നിത്യാനന്ദ പ്രഭുവിന്റെ ലീലയല്ലേ? അവിടെ ചൈതന്യ മഹാപ്രഭു വന്നായിരുന്നല്ലോ അവരുടെ ഇൻവിസിബിൾ ഫോമിൽ അല്ലേ? അതേ മതി. ഓക്കെ. അപ്പൊ പാണിഹട്ടിയില് നിത്യാനന്ദ പ്രഭുവിനെ കാണാൻ വേറൊരു രഘുനാഥ് ദാസ് ഗോസ്വാമി വന്നായിരുന്നു. കറക്റ്റ് അല്ലേ? രഘുനാഥ് ഭട്ടാണോ രഘുനാഥ് ദാസ് ആണോ എന്ന് എനിക്ക് ഷുവർ അല്ല. രഘുനാഥ് ദാസ് ഗോസ്വാമി അവിടെ ഒളിഞ്ഞിരുന്ന് നിത്യാനന്ദ പ്രഭുവിന്റെ ദൂരെ നിന്ന് അടുത്ത് വരാതെ ഒളിഞ്ഞിരിക്കുവായിരുന്നു. അപ്പൊ അങ്ങനെ നിത്യാനന്ദ പ്രഭു അവര് ദൂരെ ഒളിച്ചിരിക്കുന്ന കണ്ടിട്ട് അടുത്ത് വരാൻ പറഞ്ഞിട്ട്, നീ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുന്ന കാരണം നിനക്ക് ഒരു പണിഷ്മെന്റ് ആണെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഒരു എല്ലാം അവിടെ അസംബിൾ ചെയ്ത് മൊത്തം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സദ്യ പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ രഘുനാഥ് ദാസ് ഗോസ്വാമി മാർക്കറ്റിൽ ചെന്ന് തൈര്, അപ്പൊ അവിടെ അവൈലബിൾ ഉള്ള തൈര്, അവല് ഒക്കെ വെച്ച്, ഫ്രൂട്ട്സ് ഒക്കെ അവൈലബിൾ സാധനങ്ങൾ വെച്ച് കുറെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവിടെ ഒരു 1000കണക്കിന് ആൾക്കാരാണ് അവിടെ കൂടിയിരുന്നത് നിത്യാനന്ദ പ്രഭുവിനെ കാണാൻ. നിത്യാനന്ദ പ്രഭു ആ പ്രസാദം കഴിച്ചു. അതേസമയം ചൈതന്യ മഹാപ്രഭുവിന് കൊടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. നിത്യാനന്ദ പ്രഭുവിന്റെ കയ്യിൽ നിന്ന് ആ പ്രസാദം കാണാതെ പോകുന്നുണ്ട്. അവിടെ they are all guessing that ചൈതന്യ മഹാപ്രഭു അവിടെ നിത്യാനന്ദ പ്രഭുവിന് കാണാം. ചൈതന്യ മഹാപ്രഭുവിന്റെ വായിൽ കൊടുക്കുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു അത് അക്സെപ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലീലയാണ് പാണിഹട്ടിയിൽ നടന്നത്. ഇപ്പോഴും എല്ലാ വർഷവും പാണിഹട്ടി എന്നും പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ എല്ലാ ഇസ്കോൺ സെന്റേഴ്സും നടത്തുന്നുണ്ട്. ഒരു പിക്നിക് പോലെ, ഭഗവാന്റെ തന്നെ പിക്നിക്. ഓക്കെ, എനിബഡി ക്യാൻ ടെൽ ഹരിദാസ് താക്കൂറിന്റെ കൂടെ ഉള്ള ഒരു സ്റ്റോറി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ചൈതന്യ മഹാപ്രഭു ആൻഡ് ഹരിദാസ് താക്കൂർ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഹരിദാസ് താക്കൂറിന്റെ അതായത് ഖാജി എന്ന് പറയുന്ന അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടുന്ന് വിട്ടുപോയിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ നാമസങ്കീർത്തനത്തില് ആകർഷനായിട്ട് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ മുസ്ലിം ആയിരുന്നു. അങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിട്ട് അവരുടെ മതത്തിന് അത് ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് 18 22 മാർക്കറ്റിൽ കൊണ്ടുപോയി ചാട്ടവാറിൽ അടിച്ചു.
അപ്പം ചാട്ടവാറിൽ അടി കൊണ്ടിട്ടും അദ്ദേഹത്തിന് യാതൊരുവിധ മാർക്കിങ്ങും ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ, അദ്ദേഹത്തിന് ആ, ഇവിടെ അദ്ദേഹത്തിനെ പരീക്ഷിക്കാനായിട്ട് വീണ്ടും ഒരു വേശ്യാസ്ത്രീയെ പറഞ്ഞു വിട്ടു ആ കുട്ടിയിൽ. അങ്ങനെ ആ വേശ്യാസ്ത്രീ 3 ദിവസം അവിടെ താമസിച്ചു. ആദ്യ ദിവസം പറഞ്ഞു, നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ആയിട്ട് ഇണചേരണം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഹരിദാസ് താക്കൂർ പറഞ്ഞു, ഞാനിവിടെ ചാൻഡ് എനിക്ക് 3 ലക്ഷം ചാൻഡ് ചെയ്യണം, ചാൻഡ് ചെയ്തിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 ലക്ഷം ചാൻഡ് ചെയ്തുകൊണ്ടുകൂടി അങ്ങനെ അവിടെ ഇരുന്ന് ആ വേശ്യാസ്ത്രീ ഉറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞു, അയ്യോ നീ ഇന്നലെ ഉറങ്ങിപ്പോയല്ലോ എൻ്റെ തീർന്നപ്പോൾ, അതുകൊണ്ട് ഇന്നത്തെ ദിവസവും ചാൻഡ് ചെയ്തതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസവും കഴിഞ്ഞു. എന്നിട്ടും അത് ഉറങ്ങിപ്പോയി. 3-ാമത്തെ ദിവസം നോക്കിയപ്പോഴത്തേക്ക് അവരവിടെ ഇരുന്നുകൊണ്ട് ഹരിദാസ് താക്കൂറിനോട് സ്റ്റാൻഡ് ചെയ്യും. അങ്ങനെ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഒരു മനുഷ്യനെ കൂടി ഭഗവാന്റെ നാമം ചൊല്ലാൻ പ്രാപ്തയാക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ചാട്ടവാർ അടി കൊണ്ടിട്ട് ഒന്നും നാമം ചൊല്ലത്തില്ല എന്ന് പറഞ്ഞില്ല. അവിടുന്ന് ഹരിദാസ് താക്കൂർ ജഗന്നാഥ്പുരിയിൽ വന്നിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ദർശിക്കാനായിട്ട് വന്നു. ചൈതന്യ മഹാപ്രഭുവിനെ ദർശിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ചൈതന്യ മഹാപ്രഭു ഒരു കമ്പിളി പുതച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഹരിദാസ് താക്കൂർ ആ കമ്പിളി എടുത്ത് മാറ്റി നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചാട്ടവാർ അടിയുടെ പാടുകൾ കാണാമായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, തന്നെ മാർക്കറ്റിൽ വെച്ച് അടിക്കുന്ന സമയത്ത് മുഴുവൻ അടിയും ഭഗവാനാണ് ഏറ്റെടുത്തത് അല്ലേ? ഹരേ കൃഷ്ണ. വെരി ഗുഡ്. പിന്നെ ചൈതന്യ മഹാപ്രഭു ഒരു ഹരിദാസ് താക്കൂർ 24 അവേഴ്സിൽ 22 അവേഴ്സ് ചാൻറ്റിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും മണിക്കൂർ ചാൻറ്റ് ചെയ്യുമ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റൂല, പ്രസാദം ഉണ്ടാക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു സ്വയം ജഗന്നാഥ് ടെമ്പിളിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്ന് ഇവരുടെ ആശ്രമത്തിൽ ഇവർക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു ഡെയിലി. പിന്നെ അവരുടെ ശരീരം ത്യജിച്ചപ്പോൾ ചൈതന്യ മഹാപ്രഭു സ്വയം അവരുടെ ശരീരം എടുത്ത് അതിന്റെ സമാധിയൊക്കെ ചെയ്യാനുള്ള ചടങ്ങൊക്കെ സ്വയം ചൈതന്യ മഹാപ്രഭു തന്നെ ചെയ്ത്. ഇപ്പോഴും ഹരിദാസ് താക്കൂറിന്റെ സമാധിയൊക്കെ അവിടെ കാണാം അല്ലേ? വേറെ ഏതെങ്കിലും വിട്ടുപോയ സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? പറയാൻ താല്പര്യമുള്ള ആൾക്കാർ പറയാം. അത് ഈ നരോത്തമദാസ് താക്കൂറിന്റെ ഒരു പറഞ്ഞിരുന്നു. അദ്ദേഹം രാജ്യം വിട്ടു വന്നിട്ട് ഗംഗയിൽ കുളിക്കാൻ വന്നപ്പോഴത്തേക്ക് മഹാപ്രഭു ആലിംഗനം ചെയ്ത കഥയെന്നു. ഓക്കെ. വേറെ ആരെങ്കിലും പറയാവോ? ഇതിപ്പോ സംസാരിച്ചത് ആരായിരുന്നു? പറയൂ. മാതാജി. ചന്ദ്രഗംഗ മാതാജി പറയൂ. ശിക്ഷാഷ്ടകം ചൊല്ലണോ? ഒരു മിനിറ്റ്. ഇനി സ്റ്റോറിയായിട്ട് ഞാനൊരു കഥ പറയാം. നമുക്ക് വൃന്ദാവനം പരിക്രമ മാതാജി പറഞ്ഞോട്ടെ. പ്ലീസ് പ്രഭു. വൃന്ദാവനം പരിക്രമ ചെയ്ത് വരുമ്പോ യമുന മയ്യയുടെ കരയിലായിട്ട് ഒരു മരമുണ്ട്. ആ സ്ഥലത്തിന് ഇമിലിത്തൽ എന്ന് പറയും. ഇമിലിത്തൽ ഇമിലി എന്ന് പറഞ്ഞാൽ പുളി ഉള്ള സ്ഥലം. അപ്പോൾ അതിപ്പോഴും കാണാം. അതിനോട് ചേർന്നൊരു ആശ്രമമുണ്ട്. ആശ്രമത്തിന് മുകളിലായിട്ട് ഈ മരം വളർന്നപ്പോൾ അത് മുറിച്ചപ്പോൾ അതിൽ നിന്ന് ചോര ഒരുപാട് ഒഴുകി. അപ്പൊ അത് മുറിക്കാൻ പാടില്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മരം തന്നെയാണ്. അത് ഈ പറഞ്ഞതുപോലെ അമൃത് അതിൽ വീണതും ഭഗവാന്റെ ടച്ച് ഉള്ളത് കൊണ്ടും അതൊരിക്കലും അതിനെ ഇപ്പോഴും നമുക്ക് പോയാൽ കാണാൻ പറ്റും. അപ്പൊ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് ഓൾഡ് സ്റ്റോറി നോക്കുകയാണെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാധാറാണി ഇങ്ങനെ അവിടെ ഇരുന്ന് കാത്തിരിക്കും. അപ്പൊ പെട്ടെന്ന് ഭഗവാൻ വരുന്നത് കേട്ടപ്പോ ചാടി എണീറ്റ് എന്റെ ഭഗവാൻ എത്തി
എന്ന് പറഞ്ഞിട്ട് ചാടി എണീറ്റ് ഓടാൻ പോയപ്പോ എന്ത് പറ്റി? ആ പുളിമരത്തിന്റെ തോട്, ഇച്ചിരി കട്ടിയുള്ള തോട് കാലില് ഇങ്ങനെ ചവിട്ടിയപ്പോ കാല് മുറിഞ്ഞു. അപ്പോ ഭഗവാൻ ചോര പോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി പുളിമരത്തിന്. അപ്പൊ തന്നെ എന്താ പറ്റിയ, അതിനുശേഷം വന്ന പുളികളെല്ലാം അതിന്റെ തോടിന് കട്ടിയില്ല. അങ്ങനെ അത് അത്രയും വർഷം അത് കഴിഞ്ഞ് ചൈതന്യ മഹാപ്രഭു ആയിട്ട് വന്നപ്പോഴും ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അവിടെ തന്നെ ഇരുന്നിട്ടാണ് ഒരുപാട് കീർത്തനകളും അതുപോലെ ഭഗവാനെ കുറിച്ച് രാധാറാണിയെ കുറിച്ച് ആലോചിക്കുന്ന എല്ലാം അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോ അതിന് പരിസരത്തുള്ള കുറച്ച് പുളിമരമുണ്ട്, അവിടെയും ഇതേപോലെയാണ്. അവിടുത്തെ ആ പുളിക്ക് ഇമ്ലിക്ക് ആ തോടിന് കട്ടി ഉണ്ടാവൂല. മീൻസ് അത് കട്ടിയാവും മുന്നേ തന്നെ ആ പുളി അങ്ങനെ ആവും. എന്താ പറയാ, കട്ടിയാവത്തില്ല, ആ തോട് കട്ടിയാവാത്ത രീതിയിൽ പോവും. ഇപ്പോഴും അവിടെ അതിന്റെ അങ്ങോട്ട് പുതിയൊരു പുളി വന്നിട്ടുണ്ട്, അതിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അത് യോഗിയാണ്, എത്രയോ വർഷങ്ങളായിട്ട് തപസ് ചെയ്യുന്ന യോഗീശ്വരനാണ് ആ മരം. അപ്പോ ഇപ്പൊ ചെന്നാലും നമുക്ക് ആ മരത്തിനെ തൊടാനും അതിനെ ആലിംഗനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ ഇത്രയും തലമുറ ആ യോഗി വര്യൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇമ്മിലിത്തലയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വൃന്ദാവനം വരുമ്പോൾ നമുക്കിപ്പോഴും യമുന മയ്യയുടെ അവിടെ നിന്ന് കാണാൻ പറ്റും. യമുന മയ്യ അത് നടവരെ ഉണ്ടായിരുന്നു, കുറച്ച് ഉള്ളിലോട്ട് അങ്ങോട്ട് പോയി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. മാതാജിമാർക്ക് ഏതെങ്കിലും സ്റ്റോറി പറയാൻ പറ്റുമോ? ചൈതന്യ മഹാപ്രഭു സ്റ്റോറീസ്, ഗ്ലോറീസ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് സമയമായി വരുന്നുണ്ട്. ശിക്ഷാഷ്ടകത്തോടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആകപ്പാടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ശിക്ഷാഷ്ടകത്തോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാതാജി പാടിക്കോളൂ. ഹരേ കൃഷ്ണ. ചേതോദർപ്പണമാർജനം ഭവമഹാദവാഗ്നി നിർവാപണം ശ്രേയഃ കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധോ ജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതസ്വാദനം സർവാത്മസ്നപനം പരം വിജയത്തെ ശ്രീകൃഷ്ണസങ്കീർത്തനം നാമകാരി ബഹുധാ നിജ സർവശക്തി സ്തത്രാർപ്പിത നിയമിത സ്മരണേന കാലഃ ഏതാദൃശീ തവ കൃപാ ഭഗവൻ മമാപി ദുർദൈവമീദൃശ മിഹ ജനിനാനുരാഗഃ പ്രണാദപി സുനീചേന തരോരപി സഹിഷ്ണുനാ അമാനിനാ മാനദേന കീർത്തനീയ സദാ ഹരിഃ ന ജനം ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹൈതുകീ ത്വയി ഐനന്ദതനൂജ കിങ്കരം പതിതം മാം വിശവേ ഭവാംബുധൗ കൃപയാ തവ പാദപങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയ നയനം ഗലദശ്രുധാരയാ വദനം ഗദ്ഗദരുദ്ധയാ ഗിരാ പുളകൈർനിചിതം വപുഃ കഥാ തവ നാമ ഗ്രഹണേ ഭവിഷ്യതി യുഗായിതം നിമേഷേണ ചക്ഷുഷാ പ്രാവൃഷായിതം ശൂന്യായിതം ജഗത് സർവം ഗോവിന്ദ
विरहेण मे आश्लिष्य वा पादरतां पिनष्टु मां मदर्शनं महतां करोतु वा यथा तथा वाविदधातु लम्पटो मत्प्राणनाथस्तु स एव नापरः हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण माताजी दंडवत प्रणाम ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ വരിക. നമുക്ക് മാതാജി ഈ അൺടൈമിന് പോലും മാതാജി വിളിച്ചിട്ട്